പള്ളിപ്പാന ചടങ്ങുകളിലെ സുപ്രധാനമായ ഒരു ചടങ്ങാണ് ഇടുപണം ഇടൽ അല്ലെങ്കിൽ ഭീഷ്മരൂപ ആവാഹനം എന്ന് പറയുന്നത്. പള്ളിപ്പാന നടക്കുന്ന പള്ളിപ്പന്തലിന് മുന്നിൽ ഒരു കുഴിയെടുത്ത് ആ കുഴിക്ക് മുകളിലായി ഭീഷ്മരെ രൂപമുണ്ടാക്കി ആ ഭീഷ്മരൂപം വെച്ച് ആകാശഗംഗ അമ്പരഗംഗയെന്ന സങ്കല്പത്തിൽ കലശം കെട്ടിത്തൂക്കി അതിൽ നിന്ന് ശരശയ്യയിൽ കിടക്കുന്ന ഭീഷ്മർക്ക് വെള്ളം കൊടുക്കുന്ന സങ്കല്പത്തോടുകൂടി ആ കുടം മുകളിൽ കെട്ടിത്തൂക്കും. ആ ഭീഷ്മരൂപം തയ്യാറാക്കുന്നതിന് വേണ്ടി 7 സമുദ്രത്തിൽ നിന്നുള്ള മണ്ണ് കൊണ്ടുവന്ന് ചെളിയുമായി യോജിപ്പിച്ച് വേണം ഭീഷ്മരുടെ രൂപം തയ്യാറാക്കാനെന്നാണ് വിധി. ആ ഭീഷ്മരൂപം പലകയിൽ തയ്യാറാക്കി വെച്ചതിന് ശേഷം അവിടെ വേല സമുദായത്തിൽപ്പെട്ട ആളുകളുടെ നേതൃത്വം നടക്കുന്ന മഹത്തായ ഒരു ബലിയുണ്ട്, ഒരു ഹോമമുണ്ട്. ആ ഹോമം സംവാദം കൂടെ ചേർത്ത് ഒരു നീണാൾ കോഴിയെ ഉഴിഞ്ഞ് ആ കുഴി നിക്ഷേപിക്കും. ചടങ്ങുകളെല്ലാം പൂർത്തിയാകുന്നതുവരെ ആ കോഴി ജീവനോടെ ഉണ്ടാകണം എന്നാണ് സങ്കല്പം. കോഴിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ നടത്തിയ കർമ്മങ്ങൾക്ക് ഫലമില്ലാതെ പോകും എന്നും ഒരു വിശ്വാസമുണ്ട്. അങ്ങനെ നീണാൾ കോഴിയെ ആ കുഴിയിൽ നിക്ഷേപിച്ച് അതിൻ്റെ പുറകിൽ ഭീഷ്മരെ രൂപമുണ്ടാക്കിയിരിക്കുന്ന ആ പലക വെച്ച് ചുറ്റും പോളപഥമിട്ട് അത് മൂടി അതിൻ്റെ മുകളിൽ ആകാശഗംഗ സങ്കല്പത്തോടുകൂടി കുടം കെട്ടിത്തൂക്കി അതിൽ നിന്നും ജലം ഭീഷ്മർക്കും വായിലേക്ക് കിട്ടത്തക്ക രീതിയിൽ വെച്ചതിന് ശേഷമാണ് ആ ചടങ്ങ് അവസാനിപ്പിക്കുക. ഒരുപക്ഷെ പള്ളിപ്പാന ചടങ്ങുകളിൽ ഏറ്റവും കൂടുതൽ ആളുകൾ കാണുന്നതിനും അതേപോലെ തന്നെ അതിൻ്റെ അനുഗ്രഹം നേടുന്നതിനും എത്തിച്ചേരുന്നത് ഇടുപണം ഇടൽ എന്ന ഈ ചടങ്ങ് കാണുന്നതിനായിരിക്കും.